കണ്ണമാലി വിശുദ്ധ യൗസേപ്പിതാവിന്റെ ചരിത്രപ്രസിദ്ധമായ നേർച്ച സദ്യയോടനുബന്ധിച്ചുള്ള പായസം തയ്യാറാക്കുന്നതിനായി അടുപ്പിലേക്ക് തീ പകർന്ന് സെന്റ് ജോസഫ് ട്രസ്റ്റ് പ്രസിഡന്റ് ഫാദർ ജോപ്പൻ അണ്ടിശ്ശേരി തുടക്കം കുറിച്ചു. 10,000-കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന തിരുനാളിനായി വിപുലമായ ഒരുക്കങ്ങളാണ് പള്ളിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. തിരുനാൾ ദിനമായ മാർച്ച് 19-ന് പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കൊച്ചി രൂപത ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർച്ച് മാസം ആരംഭിച്ചാൽ ഓരോ കണ്ണമാലി നിവാസിക്കും തിരക്കിന്റെ ദിനങ്ങളാണ്. 10,000-കണക്കിന് വിശ്വാസികളാണ് മാർച്ച് മാസത്തിൽ കണ്ണമാലിയിലേക്ക് ഒഴുകിയെത്തുന്നത്. 18, 19 തീയതികളിൽ നിയന്ത്രണാതീതമായി വരുന്ന എണ്ണം വിശ്വാസികളാണ് കണ്ണമാലിയിലെത്തുന്നതെങ്കിലും ഓരോ വിശ്വാസിക്കും സുഗമമായി വന്ന് കർമ്മങ്ങളിൽ പങ്കെടുത്ത് നേർച്ച സദ്യ കഴിച്ചു മടങ്ങാവുന്ന രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കാം എന്ന ചിന്തയിലാണ് കണ്ണമാലിക്കാർ മുഴുവൻ. അതിനായി ചിട്ടയായ ക്രമീകരണങ്ങളാണ് ഫാദർ ജോപ്പൻ അണ്ടിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികൾ നിർവഹിക്കുന്നത്. പന്തൽക്കാൽ നാട്ടുകർമ്മം മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. ഓരോ ചടങ്ങുകളും തികച്ചും ഭക്തിയോടും ആവേശത്തോടുമാണ് ഓരോ കണ്ണമാലി നിവാസിയും നെഞ്ചോട് ചേർത്ത് ആഘോഷിക്കുന്നത്. 10,000-കൾക്കായുള്ള പായസം തയ്യാറാക്കലാണ് ആദ്യത്തെ ഉദ്യമം. അടുപ്പിലേക്ക് ഫാദർ ജോപ്പൻ അണ്ടിശ്ശേരി തീ പകരുന്നതിലൂടെ വലിയൊരു തയ്യാറെടുപ്പിനാണ് ഈ വികാരിയച്ഛൻ തുടക്കം കുറിക്കുന്നത്. തന്റെ പിന്നിലായി ഇടവകക്കാരെ അണിനിരത്തി വലിയൊരു ആതിഥേയത്തിന്റെ മാതൃക തീർക്കുകയാണ് ഫാദർ ജോപ്പൻ അണ്ടിശ്ശേരി. നേർച്ച സദ്യയോടനുബന്ധിച്ചിട്ടുള്ള പായസം പാചകം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ കർമ്മമാണ്. 50,000 പായസക്കുപ്പികളാണ് ഈ വർഷം കണ്ണമാലി പള്ളിയിൽ നിന്ന് പാചകം ചെയ്ത് ജനങ്ങൾക്കായി നൽകുന്നത്. ഈ ഒരു സംരംഭം 122ാമത് വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ന്യായീകരിക്കും. വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി പാചകം ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ നേർച്ച പായസം. ഫാദർ ഡൊമിനിക് ബെന്നി, ഫാദർ ജോസഫ് ബെനറ്റ്, സെയിന്റ് ജോസഫ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ സിൽവിയ, വൈസ് പ്രസിഡന്റ് പ്രിജിൻ കാക്കത്തറ, ട്രഷറർ അലക്സ് തൈപ്പാടത്ത്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ വില്യംസ് കാനക്കാപ്പള്ളി, വിൻസെന്റ് തൊമ്മശ്ശേരി, ബോർഡ് മെമ്പർമാരായ PJ ജോൺസൺ പാടശ്ശേരി, ബൈജു ചക്കുങ്കൽ, ജോസഫ് പുളിക്കൽ, ജോൺ കിഴക്കേവീട്ടിൽ, മനീക് ബാലുമ്മൽ, പാക്കിംഗ് കൺവീനർ ലെബിൻ ബാലുമ്മൽ, കലവറ കൺവീനർ കുഞ്ഞുമോൻ കാട്ടാശ്ശേരി, കാറ്ററിംഗ് കൺവീനർ ബിജു തോടത്തുശ്ശേരി, ട്രാഫിക് കൺവീനർ കുഴിവേലി തുടങ്ങിയവർ നേതൃത്വം നൽകി. പായസം, അതായത് ഇവിടെ വന്ന് സദ്യയിൽ പങ്കുകൊള്ളാൻ പറ്റാത്തവർക്ക് വീടുകളിൽ അതിൻ്റെ ഒരു വിഭവം എന്ന നിലയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ടാണ് ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് നമ്മൾ പായസം തയ്യാറാക്കാൻ തുടങ്ങിയത്. ഈ വർഷം ഒരു 50,000 പേർക്കാണ് പായസം നമ്മൾ തയ്യാറാക്കുന്നത്. അത് എൻ്റെ പ്രാരംഭ പ്രവർത്തനമാണ് തുടങ്ങിയത്. 2 ദിവസത്തിനുള്ളിൽ പായസം പാചകം തീരും. അത് പിന്നെ തണുത്ത് കഴിഞ്ഞ് പാക്ക് ചെയ്ത് നമ്മൾ 15-ാം തീയതി പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തിരുനാൾ കൊടിയേറ്റത്തിന് ശേഷം സഞ്ചരിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. തിരുനാളിനോടനുബന്ധിച്ച് 50,000 പായസക്കുപ്പിയാണ് വിതരണത്തിനായി ഒരുക്കുന്നത്. മാർച്ച് 15-ന് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ പായസം ആശീർവദിക്കും. തുടർന്ന് പള്ളിയോട് ചേർന്നുള്ള കൗണ്ടറിൽ നിന്ന് നേർച്ച പായസക്കുപ്പി ലഭ്യമാകും. മാർച്ച് 19-ന് നടക്കുന്ന നേർച്ച സദ്യക്കുള്ള ഒരുക്കങ്ങൾ പള്ളിയിൽ പുരോഗമിക്കുകയാണ്. തിരുനാൾ ദിനത്തിൽ രാവിലെ 7 മണിക്ക് കൊച്ചി രൂപത ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലിയും തുടർന്ന് നേർച്ച സദ്യയും നടക്കും. ആരോഗ്യ വകുപ്പിന്റെയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹകരണത്തോടെ 122ാമത്തെ നേർച്ച സദ്യക്ക് തിരശീല ഉയരുകയാണ് കണ്ണമാലി എന്ന ഈ തീരപ്രദേശത്ത്. മെട്രോ 7 ന്യൂസ്, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.